Assalamualaikum. Bismillah walhamdulillah wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. ആദരണീയരായ അധ്യാപികമാരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുണ്യങ്ങളുടെ പൂനിലാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്കാലത്തെയും പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഈ കാലത്ത് മുത്തുനബിയിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ പുലർത്തണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. എങ്കിലേ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് സ്നേഹവും കരുണയും പുലർത്തൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ മുത്തം വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ പാലപാളം നമുക്ക് പഠിപ്പിച്ചു തന്നു. പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു. വയ്യാത്രക്കാരനെയും ദുർബലനെയും അനാഥരെയും ചേർത്തു നിർത്തി സർവരും ആതുരത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സ്നേഹം പുലർത്തി. മനുഷ്യനോടൊന്നല്ല, പക്ഷികളോടും മൃഗങ്ങളോടും സകല ജന്തുജാലങ്ങളോടും പ്രകൃതിയോടും. അനാവശ്യമായി പ്രകൃതിയെ നശിപ്പിക്കരുത്. മരങ്ങൾ മുറിച്ച് മാറ്റരുത്. ചെറിയ ജന്തുക്കളെ പോലും കൊന്നുകളയരുത്. കടിയൂറുമ്പാണെങ്കിൽ പോലും തീ വെച്ച് നശിപ്പിക്കരുത്. മാതാവിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഛേ എന്ന് പോലും പറയരുത്. ഇങ്ങനെ സ്നേഹത്തിൻ്റെ 1000 സന്ദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി മുത്തുനബി സമ്മാനിച്ചു. ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു. ആ ജീവിതം നാം മാതൃകയാക്കണം. മുത്തുനബിയെ നാം സ്നേഹിക്കണം. മുത്തുനബിയുടെ ജീവിതചര്യ നാം പിൻപറ്റണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഇത്രയും പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മുത്തുനബിയുടെ അനുയായികളിൽ നമ്മയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.